നമസ്കാരം. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാക്കണമെന്നുള്ള തീരുമാനം ഇപ്പോഴും ആയിട്ടില്ല. അവിടെ ഡൽഹിയിൽ ഹൈക്കമാൻഡ് ചർച്ച ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഏത് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരാളാണ് ഈ കെ.സി. വേണുഗോപാൽ. അയാൾ അടക്കി ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് ഈ ചർച്ച എത്തുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്റെ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ എന്നെ പോലെയുള്ള സാധാരണക്കാരെ ജനങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത്, ജനാധിപത്യ രീതിയിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ജനാധിപത്യ രീതിയിൽ വോട്ടെടുക്കുമ്പോൾ അതത് പ്രദേശത്തെ ജനങ്ങൾ ഏതെങ്കിലും ഒരു പ്രതിനിധിയെ ജയിപ്പിക്കുന്നത് അവർക്ക് അവരെ മാത്രമേ ജയിപ്പിക്കാൻ പറ്റൂ എന്നതുകൊണ്ടാണ്. ഇപ്പൊ തവനൂരിലെ സംസാരങ്ങൾ നമുക്കറിയാം. തവനൂരിലെ ജനങ്ങൾ മുഴുവൻ വി.ഡി. സതീശന് വേണ്ടി മുറവിള കൂട്ടുന്നു. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് തവനൂർ ഭരിച്ചുകൊണ്ടിരുന്നത് കെ.ടി. ജലീലാണ്. ആ കെ.ടി. ജലീലിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ വി.എസ്. ജോയി എം.എൽ.എ. ആയി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വി.എസ്. ജോയി വി.ഡി. സതീശനെ പിന്തുണയ്ക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അവിടെയുള്ളവർ വി.എസ്. ജോയിക്ക് വോട്ട് കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ ജോയി പിന്തുണയ്ക്കേണ്ടത് വി.ഡി. സതീശനെ തന്നെയാണ്, മറിച്ചല്ല. അല്ലാതെ അവിടെ ചെന്ന് തോന്നിയതുപോലെ പ്രവർത്തിക്കാനാണെങ്കിൽ ഈ മണ്ഡലത്തിൽ കാല് കുത്തുമ്പോൾ ഇതേ യു.ഡി.എഫിന്റെ പ്രവർത്തകർ കാൽ പിടിച്ച് നിലത്തടിക്കും. അത് കൊള്ളേണ്ടി വരും. ആ ഒരു നാണം കെട്ട ഒരു പരിപാടി ഉണ്ടല്ലോ, അതങ്ങോട്ട് നേരിടേണ്ടി വരും. ഇതാണ് യു.ഡി.എഫിന്റെ ഓരോ എം.എൽ.എമാരും ഇനി നേരിടാൻ പോകുന്നത്. തുടർ ഭരണം നേടുന്ന സമയത്ത് ഇവിടെ യു.ഡി.എഫ് ചത്ത് കിടക്കായിരുന്നു. അത്തരത്തിൽ ചത്ത് കിടന്ന ആ പ്രസ്ഥാനത്തെ ഏത് വിധേനയും ഒരുമിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ വലിയ വിജയം കൊണ്ടുവന്ന വി.ഡി. സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്തുകൊണ്ടും അർഹനാണ്. അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്ന് ഏതെങ്കിലും തരത്തിൽ ചർച്ച വരണമെന്നുണ്ടെങ്കിൽ ഹൈക്കമാൻഡിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ എടുക്കുക. അതിപ്പോ വി.ഡി. സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും അതുപോലുള്ളവരെ ഇവിടെ പ്രവർത്തിച്ച് ഇവിടെ കേന്ദ്രീകരിച്ച് നിന്നവരെ എടുക്കുക. അല്ലാതെ കെട്ടി എഴുന്നള്ളിച്ചിട്ടുള്ള കെ.സി. വേണുഗോപാലിനെ ഇതിൽ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾ ചിത്രത്തിലേ ഇല്ലാത്തൊരു വ്യക്തിയാണ്. അങ്ങനെ വരുമ്പോൾ രമേശ് ചെന്നിത്തല ഇതിനു മുമ്പ് മന്ത്രിയായിട്ടുണ്ട്. എന്നാൽ വി.ഡി. സതീശനെ പലതവണ വെട്ടിനിരത്തി അവസാനം വി.ഡി. സതീശൻ ഒരിക്കൽ പോലും മന്ത്രിയാകാത്ത മനുഷ്യനാ. ആ ഒരാൾക്ക് ഇപ്പോ അയാൾ കേരളത്തിലെ ദുരിതം പിടിച്ചു കിടന്ന ഒരു സാഹചര്യത്തെ വളർത്തിയെടുത്ത് നല്ല ഒരു നിലയിലേക്ക് അനുകൂലമായ ഒരു സാഹചര്യമാക്കി മാറ്റിയെടുത്ത് ആ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളെ തന്നെയല്ലേ പരിഗണിക്കേണ്ടത്. അതിനല്ലേ കഴിവെന്ന് പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾ വി.ഡി. സതീശനെ വിശ്വസിച്ചത് കൊണ്ടാണ് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് ഇത്രയധികം വിജയം നേടിയത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മറിച്ച് ചിന്തിച്ചാണ് ജനം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവിടെ മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാകും. കാരണം തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞതുപോലെ ഇതിനേക്കാളും നല്ലത് അത് തന്നെയാണെന്ന് ഇപ്പൊ തന്നെ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാര്യം കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്ന ഒരാൾ ഇത്രയും നാണം കെട്ട ഒരു തീരുമാനമെടുക്കുന്ന സത്യത്തിൽ കേരളത്തിലെ ജനം ചിന്തിക്കും. നോക്കൂ, ഇനി സംഭവിക്കാൻ പോണ എന്താന്നുള്ളത്. അയാൾ കേരളത്തിൽ വന്നിട്ടില്ല, കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല, മറ്റ് സംസ്ഥാനങ്ങൾ പോയി പ്രവർത്തിച്ച് അവിടെയൊക്കെ ഇല്ലാതാക്കിയിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട്. ഇനി കേരളം കൂടിയേ ഉള്ളൂ ഇനി നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്ന് മുഖ്യമന്ത്രി ആകണമെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ ഇനിയിപ്പോ ഒരു അവസരമില്ല, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അവസരമില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ലേ. അതായത് കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ ഹൈക്കമാൻഡിന്റെ ഭാഗമായിട്ട് അയാൾക്ക് കഴിയില്ല എന്നുള്ളതിന് തെളിവല്ലേ അത്, അല്ലെ? അതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ കഴിവില്ലാത്ത ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുമ്പോൾ ഇവിടെയുള്ള ബാക്കിയുള്ള ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട് അഹോരാത്രം പണിയെടുത്ത് ഈ റിസൾട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളവരെല്ലാം ഉണ്ണാക്കന്മാരായി മാറുമെന്നാണോ, അല്ലെങ്കിൽ അത് മാറ്റിക്കളയാന്നാണോ കെ.സി. വേണുഗോപാൽ വിചാരിച്ചേക്കുന്നത്? അത് മാത്രമല്ല, വലിയൊരു ദുരന്തം, കോൺഗ്രസ് ഒരു വലിയ നാണക്കേടിലേക്ക് പോകും. ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോ എന്തായാലും കെ.സി. വേണുഗോപാൽ ഇവിടെ വന്ന് മുഖ്യമന്ത്രി കസേരയിൽ കയറി ഇരിക്കാനുള്ള പ്ലാനോട് വരികയാണെങ്കിൽ, അതായത് നാടൻ ഭാഷ പറഞ്ഞാൽ പ്രധാനമന്ത്രി കസേര രാജിവെച്ചിട്ട് ഇവിടെ വന്നിട്ട് ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്തേക്ക് മത്സരിച്ച് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുകയാണെങ്കിൽ, അല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് പിന്നെ പഞ്ചായത്ത് മെമ്പറായി മത്സരിക്കുകയാണെങ്കിൽ, നേരെ തിരിച്ചാണല്ലോ ഇവിടെ. കെ.സി. വേണുഗോപാൽ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ വലിയ നാണക്കേടായിരിക്കും ഇവിടെ കോൺഗ്രസിന് ഉണ്ടാകാൻ പോകുന്നത്. കാരണം എം.പി. സ്ഥാനം രാജിക്കേണ്ടി വരും. ആ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും ബി.ജെ.പി ഒരു സീറ്റും കൂടെ നേടും. അതാണ് ഉണ്ടാകുക. അല്ലെങ്കിൽ മറ്റാരെങ്കിലും നേടിക്കൊണ്ടു പോകും. കോൺഗ്രസ് എന്തായാലും സീറ്റ് നേടില്ല. രാജിവെക്കുന്ന സീറ്റിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞ് ജയിപ്പിക്കുക എന്നുള്ള വ്യാമോഹം ആർക്കും വേണ്ട. കാര്യം കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി അവിടെ വിജയിപ്പിച്ചിട്ടുണ്ട്. ആ വിജയിപ്പിച്ചവൻ അധികാരമോഹിയായിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അതേ കോൺഗ്രസിനെ അവിടെ മത്സരിപ്പിച്ചാൽ ജയിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പോൾ ഒരു നാണക്കേടായി, ഉള്ളൊരു സീറ്റ് പോയി. പിന്നെ ഇത്രയും നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ, അതായത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വരും എന്ന് കരുതിയിട്ടുള്ള, വി.ഡി. സതീശന് ക്ലീൻ ചിറ്റ് കൊടുക്കണമെന്നല്ല ഞാൻ, അതിന് ശേഷം ഞാൻ വേറെ വീഡിയോയിൽ പറയാം. വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം അയാളെ കണ്ടുകൊണ്ടാണ് ഇവിടെ ഈ ജനം വലിയൊരു ഭാഗം വോട്ട് കൊടുത്തത്. അയാൾ മുഖ്യമന്ത്രി ആകണം, അയാളുടെ പ്രവർത്തന മികവ് കൊണ്ടാണ് എന്നതുകൊണ്ട് അയാൾ മുഖ്യമന്ത്രിയാക്കിയത് കെ.സി. വേണുഗോപാൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ജയിച്ചു വന്നിട്ടുള്ള 102 എം.എൽ.എമാരുണ്ട്. ആ 102 എം.എൽ.എമാരിൽ ഏതെങ്കിലും ഒരുത്തനെ കഴിവേറ്റണം, ഇല്ലേ? അയാളെ കഴിവേറ്റിയിട്ട് ആ സ്ഥാനത്ത് കെ.സി. വേണുഗോപാലിൽ നിന്ന് മത്സരിച്ചാൽ 8 നിലയിൽ പൊട്ടും, തോൽക്കും. ഒരു സംശയം വേണ്ട, തോൽക്കും. ആകെ നാണക്കേടാവും. അതായത് കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നുള്ളൊരവസ്ഥ കെ.സി. വേണുഗോപാലിന് വരികയും ചെയ്യും. ഉള്ള ഒരു എം.പി. സ്ഥാനം, കോൺഗ്രസിന്റെ എം.പി. സ്ഥാനം കളയും ചെയ്തു. ഉള്ള ഒരു എം.എൽ.എ സ്ഥാനം കഴിഞ്ഞു.
ഇപ്പോ 102 എന്നുള്ള 101 കൊടുത്തതിന്റെ ക്രെഡിറ്റ് വാങ്ങിയിട്ട് KC വേണുഗോപാലിന് വീണ്ടും ഡൽഹിയിലേക്ക് വണ്ടി കയറാം. ഇതായിരിക്കും നടക്കാൻ പോകുന്ന കാര്യം. ഇതാണ് നടക്കാൻ പോകുന്നത്, വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. KC വേണുഗോപാൽ എന്ന് പറയുന്ന ആൾ ചിത്രത്തിലേ ഇല്ലാത്ത വ്യക്തിയാണ്. ഒരു പക്ഷേ കഴിവ് അദ്ദേഹത്തിനായിരിക്കാം, MLA-മാരുടെ പിന്തുണ മുഴുവൻ അദ്ദേഹത്തിനായിരിക്കാം. ഈ MLA-മാരാക്കിയത് ആരാ? അവരങ്ങ് മുട്ടയെന്ന് വിരിഞ്ഞപ്പോ തന്നെ MLA ആയതാണോ? ഇവരെയൊക്കെ MLA-മാരാക്കിയത് അവരുടെ നാട്ടിലെ ജനങ്ങളാണ്. ആ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും പറയുന്നു VD സതീശനാണ് മുഖ്യമന്ത്രി ആകേണ്ടത് എന്ന്. അങ്ങനെയാണെങ്കിൽ ആ MLA-യുടെ അഭിപ്രായം അങ്ങനെ ആയിരിക്കണ്ടേ? ഇപ്പൊ തവനൂരിലെ MLA പറയുന്ന അത്രേ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായ മതി എന്ന്. പക്ഷെ തവനൂരിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നു KC വേണ്ട, VD മതി എന്ന്. അപ്പോൾ ആ MLA ആരുടെ അഭിപ്രായമാണ് കേൾക്കേണ്ടത്? ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാനും ആ നാട്ടിലെ ജനങ്ങളുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാനും അവരുടെ പ്രതിനിധിയായി ജയിച്ചു വന്ന ആളല്ലേ. അപ്പോൾ ആ ജനങ്ങളുടെ അഭിപ്രായമല്ല പറയേണ്ടത്. ജയിച്ചു വന്ന ശേഷം തോന്നിയസം പറയുന്നവരെ എന്താ വിളിക്കേണ്ടത്? ജനം തീരുമാനിക്കും. അതാ ഞാൻ പറഞ്ഞത്, അത്തരത്തിൽ ജനവിരുദ്ധമായി പ്രവർത്തിക്കുന്ന MLA-മാർ ആരായാലും നാട്ടിൽ ഇറങ്ങി നടക്കുമ്പോൾ അവർ കാലെ തൂക്കി നിലത്തടിക്കും. അത് നേരിടാനുള്ള ഒരു തന്റെടം വെച്ചിട്ട് വേണം ബാക്കിയുള്ളവരുടെ പോകാൻ. ഏതായാലും കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ആരാനുണ്ടാക്കിയിട്ടുള്ള കൊച്ചിന്റെ തന്തയാക്കാൻ വേണ്ടി ആരും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമില്ല, വടക്കുന്നോട്ട് കെട്ടിയിറക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന്. ഇനി KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള ഒരു മോഹം നേരത്തെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിച്ച്? അതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. പാർലമെന്റിൽ മത്സരിക്കുമ്പോൾ 5 കൊല്ലത്തേക്കാണെന്നത് അയാൾക്ക് അറിയില്ലേ? 2 കൊല്ലം കഴിയുമ്പോൾ കേരളത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. അപ്പോൾ ഒരു മുഖ്യമന്ത്രി ആകാനുള്ള ഒരു യോഗം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ MP ആകാനില്ല, ഞാൻ MLA ആയിക്കോളാം എന്ന് കരുതിയിട്ട് അന്ന് തീരുമാനിക്കണ്ടേ? സത്യത്തിൽ KC വേണുഗോപാലിന് അന്ന് യാതൊരു വിശ്വാസമില്ലായിരുന്നു ഈ കേരളത്തിൽ 3ാം തുടർ ഭരണം CPM നേടില്ല എന്ന്. പിണറായി വിജയൻ ഇനി കേരളം അടക്കി ഭരിച്ചു കഴിഞ്ഞു. കാര്യം 2ാമത്തെ ഭരണം, തുടർ ഭരണം വന്നു കഴിഞ്ഞു. കോൺഗ്രസിന്റെ നില വളരെ പരുങ്ങലിലാണ്. കോൺഗ്രസിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകാൻ സാധ്യതയില്ല, ഉടനെയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് കരുതി നേരെ ഡൽഹിക്ക് നാട് വിട്ട ആളാണ് KC വേണുഗോപാൽ. എന്നിട്ട് VD സതീശൻ ഇവിടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് ഭരണം തിരിച്ചു പിടിച്ചപ്പോ ഓടി വരികയാണ് അതിന്റെ അവകാശം പറഞ്ഞുകൊണ്ട്. ഇതാണ് ആരാന്റെ കൊച്ചിന്റെ തന്തയാവാൻ പുറപ്പെടുന്നു എന്ന് പറയുന്നത്. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജനഹിതം അറിഞ്ഞുകൊണ്ട് ആ മുഖ്യമന്ത്രിയായി ആരാണെന്ന് തീരുമാനിച്ച് വിടുക വേണ്ടിയിരുന്നത്. ഈ 2-3 ദിവസമായിട്ട് ജനം കണ്ടുകൊണ്ടിരിക്കുന്നത് എവറ്റകളെന്ന് ജയിപ്പിക്കേണ്ടിയില്ലായിരുന്നു എന്നാണ്. ഈ ഒരു മുഖ്യമന്ത്രി ഭരണം കിട്ടിയിട്ട് 102 സീറ്റോടെ വിജയിച്ചു വന്നിട്ട്, ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വന്നിട്ട് എന്തുകൊണ്ടാണ് അവർക്ക് ഒരു മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാൻ കഴിയാത്തത്? അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി ആരാകണമെന്ന് തീരുമാനിക്കാത്ത യവനെയൊക്കെ കെട്ടിയെഴുന്നള്ളിച്ച് നമ്മൾ നിയമസഭയിലേക്ക് വിട്ടുകയാണല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. 87 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന LDF-ന് ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ വേണ്ടി അരമണിക്കൂർ സമയം ഉണ്ടായിരുന്നുള്ളൂ. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് തമ്മിലടിക്കാനും തൊഴുത്തിൽ കുത്തും ഇത് തന്നെയായിരുന്നല്ലോ നേരത്തെ ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള തമ്മിലടി തൊഴുത്തിൽ കുത്തും ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തെ ഒഴിവാക്കിയിട്ട് ഈ ഒരുമയുടെ വിജയം സമ്മാനിച്ച VD സതീശനായിരിക്കണം ഇത്തവണ മുഖ്യമന്ത്രി. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അയാൾ പുണ്യാളച്ചനായതുകൊണ്ടൊന്നുമല്ല, ആള് ചെയ്തതിന്റെ കർമ്മ എന്ന് പറയുന്നത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു വിഷനുള്ള ആളാണ്, മിഷനുള്ള ആളാണ്, അതുപോലെ തന്നെ എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. പാർട്ടി എങ്ങനെ നയിക്കണമെന്ന് അറിയാം, ജനങ്ങളെ എങ്ങനെ ഒരുമിച്ച് നിർത്തണമെന്ന് അറിയാം. അതിന്റെ തെളിവാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ തന്നെ ആയിരിക്കണം ഇവിടെ മുഖ്യമന്ത്രിയായി വരേണ്ടത്. പിന്നെ KC വേണുഗോപാലിന് വേണ്ടി കൈപൊക്കുന്ന MLA-മാരോടാണ്, നിങ്ങളെ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ വോട്ട് വാങ്ങിയാണ് നിങ്ങൾ MLA-മാരായത്. അല്ലാതെ ഈ കേരളത്തിലെ ഈ UDF-ന്റെ MLA-മാര് പൊട്ടിമുളച്ചൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചു വന്നവരൊന്നുമല്ലല്ലോ. കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വന്നവരല്ലേ. അങ്ങനെ വന്നിട്ടുള്ള 101 MLA-മാരുണ്ട് ഇവിടെ VD സതീശനെ പാർട്ടിയെടുത്ത. ആ 101 MLA-മാരും തങ്ങളുടെ ജനങ്ങളോട്, തങ്ങളെ വോട്ട് ചെയ്ത ജനങ്ങളോട് സ്വന്തം മണ്ഡലത്തിൽ നിന്ന് ചോദിക്കേ, ഞാൻ ആരെ പിന്തുണയ്ക്കണം? KC വേണുഗോപാലിനെ പിന്തുണയ്ക്കണോ അതോ VD സതീശനെ പിന്തുണയ്ക്കോ എന്ന് ചോദിക്കേ. അവർ ഒറ്റക്കെട്ടായി പറയണം. അല്ലെങ്കിൽ അവിടെ ഏതാണ് ഭൂരിപക്ഷം, അവിടെ KC വേണുഗോപാലിനെ തെരഞ്ഞെടുക്കണം എന്ന് അവർ പറയണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അംഗീകരിച്ചോ. ഇനി അതല്ല VD സതീശനെയാണ് പിന്തുണയ്ക്കേണ്ടത് പറഞ്ഞാൽ അത് ചെയ്തോ. അതല്ലാതെ നാട്ടുകാരുടെ വോട്ടും വാങ്ങി കസേര കയറി എളിഞ്ഞിരുന്നിട്ട് പിന്നെ തോന്നിയതുപോലെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ കാലേ വാരി നിലത്തടിക്കും ജനം. Different angles. Don't forget to subscribe and support this channel.